ഗ്രീൻഫീൽഡ് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ച എല്ലാ കണ്ണുകളും കണ്ടോൺമെന്റ് ഹൗസിലേക്കാണ്. ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ഏതെങ്കിലും നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായോ? ഈ ചർച്ച കഴിഞ്ഞ് ഓരോരോ ഘടകകക്ഷി നേതാക്കളായി പുറത്തിറങ്ങിയിട്ട് ആദ്യം ജോസഫ് വിഭാഗമാണ് പുറത്തിറങ്ങിയത്. പക്ഷേ അവർ പറയുന്നു ഒന്നാം ഘട്ട ചർച്ച പൂർത്തിയായി, ഇനി രണ്ടാം ഘട്ട ഉച്ചയ്ക്ക് ശേഷം വീണ്ടും നടക്കും. അതായത് മുഴുവൻ ഘടകകക്ഷി നേതാക്കളും ഓരോരുത്തരായി പുറത്തിറങ്ങി വന്ന നേതാക്കളൊക്കെ അത് തന്നെയാണ് പറയുന്നത്. ഇവരോടൊക്കെ തന്നെയും ഒന്നാം ഉഭയകക്ഷി ചർച്ചയാണ് നടന്നത്, UDF യോഗമല്ല. അപ്പോൾ ഈ ഓരോ ഘടകകക്ഷികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ചു, അവരുമായി ചർച്ച നടത്തി, ആശയവിനിമയം നടത്തി, അവരവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജോസഫ് വിഭാഗം പുറത്തിറങ്ങി, അവരും പറയുന്നത് ആദ്യഘട്ട ചർച്ച നടന്നു, ഇനി രണ്ടാം ഘട്ട ഉച്ചയ്ക്ക് ശേഷം നടക്കും. ആ രണ്ടാം ഘട്ട ചർച്ചയും കൂടി നടന്നതിന് ശേഷം മാത്രമേ വ്യക്തമായ തീരുമാനം അന്തിമ ധാരണയിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഇതുവരെ ആദ്യഘട്ട ചർച്ച ശുഭകരമാണ് എന്ന് പ്രതീക്ഷിക്കാമെന്ന രീതിയിലാണ് അവർ മോൻസ് ജോസഫും പി ജെ ജോസഫും പറയുന്നത്. അതേപോലെ തന്നെയാണ് CP ജോൺ ചർച്ച കഴിഞ്ഞിറങ്ങി. CP ജോണിനോട് ഉച്ചയ്ക്ക് ശേഷം കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഘട്ടം കഴിഞ്ഞു ചർച്ച, അതിനുശേഷം രണ്ടാം ഘട്ടം അടുത്ത ചർച്ച ഉച്ച കഴിഞ്ഞിട്ടാണ്. അതോടൊപ്പം തന്നെ മാനസി കാപ്പൻ വന്നൂരെങ്കിലും അദ്ദേഹം പോയി, അദ്ദേഹത്തോട് ചർച്ച നടത്തിയില്ല, കൂടിക്കാഴ്ച നടത്തിയില്ല. ഉച്ചയ്ക്ക് ശേഷം വരാനാണ് അദ്ദേഹത്തെയും പറഞ്ഞറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഘടകകക്ഷികളുമായി ഏറെക്കുറെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുമായി ആദ്യഘട്ട ചർച്ച നടന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ലീഗുമായ ഒരു ഉഭയകക്ഷി ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോഴും ലീഗ് നേതാക്കൾ ഉറച്ചു പറയുന്നതും വിശ്വസിക്കുന്നതും അവർക്ക് 5 സീറ്റ് ഉണ്ട് എന്ന് തന്നെയാണ്. ഈ ഒരു ചർച്ചയുടെ പോലും ആവശ്യമില്ല എന്നാണ് അവർ ഇപ്പോഴും പറയുന്നത്. കുറച്ച് മുമ്പ് വരെ അവർ ലീഗ് നേതാക്കളുമായി ബന്ധപ്പെട്ടു, അപ്പോഴും അവർ പറയുന്നത് ലീഗ് നേതാക്കൾ പറയുന്നത് ഞങ്ങൾക്ക് 5 സീറ്റ് 5 മന്ത്രിസ്ഥാനം ലഭിക്കും, അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെ ഇല്ല, 4 കൊടുക്കൂ, ഒരു സ്ഥാനം മന്ത്രിസ്ഥാനത്തിന് പകരം ഭരണപരിഷ്കരണ കമ്മീഷൻ അതായിരിക്കും നൽകുക എന്ന തരത്തിലും അനൗദ്യോഗികമായൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട്. ലീഗ് നേതാക്കൾ പറയുന്നത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മുഴുവനും തെറ്റാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. പക്ഷേ കോൺഗ്രസ് നേതാക്കളുമായി ഇതുമായി ബന്ധപ്പെടുമ്പോഴും കോൺഗ്രസ് നേതാക്കൾ ഇതിൽ ഒന്നും പറയാൻ അവർ തയ്യാറാകുന്നത്. പക്ഷേ ലീഗ് നേതാക്കൾ പറഞ്ഞ ഒരു ചർച്ചയുടെ പോലും ആവശ്യം, അതുകൊണ്ട് തന്നെയാണ് അവർ ഇവിടെ ഉഭയകക്ഷി ചർച്ചയ്ക്കായി എത്താത്തത്. കന്റോൺമെന്റ് സാധാരണ ഈ ഒന്നാം ഘട്ട കന്റോൺമെന്റിൽ ഉഭയകക്ഷി ചർച്ചയ്ക്ക് എത്തേണ്ടത് ലീഗ് നേതാക്കളാണ്, പക്ഷെ അവർ ഇതുവരെ എത്തില്ല. ഇപ്പോൾ കോൺഗ്രസ് സഞ്ജയ് ജോസഫ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ് എന്ന് നമുക്ക് ചർച്ചകൾ തുടങ്ങി. ഞങ്ങൾ ചെറിയ തോതിൽ സംസാരിച്ചു. അതിനിടയിൽ നിയുക്ത മുഖ്യമന്ത്രിക്ക് മറ്റു ചില സന്ദർശനങ്ങൾ കൂടിയുണ്ട്. ആ സന്ദർശനങ്ങൾ കഴിഞ്ഞ് വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കും. ഞങ്ങൾ അവരുമായിട്ട് വീണ്ടും ചർച്ച ചെയ്യും. കോൺഗ്രസിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച ലിസ്റ്റ് മുഖ്യമന്ത്രി നിയുക്ത മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും ആലോചിച്ച്, ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ ആലോചിച്ച്, KC വേണുഗോപാലുമായി ആലോചിച്ച് ഞങ്ങൾ ഹൈക്കമാൻഡിനെ സമർപ്പിക്കും. അവരംഗീകരിച്ചു കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കും. ഞാൻ സംസാരിച്ചു, ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. സണ്ണി ജോസഫ് ഇപ്പോൾ ഒന്നാം ഘട്ട ചർച്ച പൂർത്തിയായി അദ്ദേഹം പുറത്തിറങ്ങി. വ്യക്തമായി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അതായത് രമേശ് ചെന്നിത്തല ക്യാബിനറ്റിൽ ഉണ്ടാകുമോ, അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി പദവും ലഭിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ഏറ്റവും എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്ന ആ ചോദ്യത്തിന് മാത്രം അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. ഇപ്പോൾ ഘടകകക്ഷികളുമായി ഒന്നാം ഘട്ട ചർച്ചകൾ നടത്തി. ഘടകകക്ഷികൾ എത്ര പേർക്ക്, അതായത് ലീഗിന് 5 മന്ത്രിസ്ഥാനം അത്ര അതിനോ അല്ലെങ്കിൽ ജോസഫ് വിഭാഗത്തിന് എത്ര എന്നതിലൊന്നും തന്നെ വ്യക്തത വരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കാരണം ആ ചർച്ചകൾ ആദ്യഘട്ട ചർച്ചകൾ മാത്രമേ നടന്നുള്ളൂ. ഉച്ച കഴിഞ്ഞ് രണ്ടാം ഘട്ട ചർച്ചകൾ നടത്തും. അതിനുശേഷം ഇനി കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ പറയുന്നത്, കോൺഗ്രസ് മന്ത്രിമാരുടെ AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനുമായി ചർച്ച നടത്തും. അതിനുശേഷം കൃത്യമായി എത്ര മന്ത്രിമാർ, ഏതൊക്കെ വകുപ്പുകളാണ് എന്ന കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനമാകും. അതിനുശേഷം ദീപാദാസ് മുൻഷിയും ഇവിടെയുണ്ട്. ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ അത്തരം ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയാക്കി ഹൈക്കമാൻഡിനെ അയക്കും പട്ടിക. അതിനുശേഷം അവിടെ നിന്ന് അംഗീകാരം വാങ്ങിയ ശേഷം ഇന്ന് രാത്രിയോടുകൂടി തന്നെ, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി എല്ലാ കാര്യത്തിലും തീരുമാനമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് KPCC അധ്യക്ഷനായ സണ്ണി ജോസഫും പങ്കുവയ്ക്കുന്നത്. അതിനുശേഷം അത് നാളെ തന്നെ ഗവർണറെ കണ്ട് ഈ പട്ടിക കൈമാറാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ മാത്രമേ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യാനാവുകയുള്ളൂ. അപ്പോൾ ഇത്തരം ചർച്ചകളൊന്നും തന്നെ നീണ്ടു പോവുകയില്ല എന്ന് തന്നെയാണ് സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ പറയുന്നത്. പക്ഷേ അപ്പോഴും വ്യക്തമാകാത്തത് ഈ ഘടകകക്ഷികളുമായുള്ള ചർച്ച ഉച്ചയ്ക്ക് മുന്നേ തീർക്കുമെന്നായിരുന്നു ഇന്നലെ വരെ നൽകിയ വിവരം. പക്ഷേ ഇന്നിപ്പോൾ ആദ്യഘട്ട ചർച്ച നടന്നിട്ടും കഴിഞ്ഞില്ല. ഇനി രണ്ടാം ഘട്ട ചർച്ച ഉച്ച കഴിഞ്ഞ് നടക്കും. ഈ രണ്ടാം ഘട്ട ചർച്ച നടന്നതിന് ശേഷം അത് എത്രത്തോളം നീണ്ടുപോകുമെന്ന് പറയാൻ പറ്റില്ല.